ഹായ് എവരി വൺ, വെൽക്കം ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അംശബന്ധവും അനുപാതവും അഥവാ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ആ ടോപ്പിക്കിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2p = 7q = 9r ആയാൽ p/q/r എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 2-3 തരത്തിൽ ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്കവ ഓരോന്നും നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ട് ഏതാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? 2p = 7q = 9r എന്ന് തന്നിട്ടുണ്ട്. p/q/r ആണ് നമുക്ക് കാണേണ്ടത്. ആദ്യം തന്നെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും p/q/r അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ 2p = 7q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് p/q കാണാം, അഥവാ p/q ആണ് അല്ലേ. p/q എന്ന് പറയുന്നത് 7/2 ആയിരിക്കും, അഥവാ p/q എന്ന് പറയുന്നത് 7:q എന്ന് കിട്ടും. p/q എന്ന് പറയുന്നത് 7:2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 7q = 9r. ഇതിൽ നിന്നും q/r = 9/7, അഥവാ q/r എന്ന് പറയുന്നത് 9:7 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? p/q എന്ന് പറയുന്നത് 7:2 ആണ്, അതുപോലെ തന്നെ q/r എന്ന് പറയുന്നത് 9:7 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ രണ്ട് റേഷ്യോസ് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം p/q/r എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആദ്യം p/q എന്ന് പറയുന്നത് 7:2 ആണ്, അതെടുത്ത് എഴുതുന്നു. നെക്സ്റ്റ് q/r ആണ്, 9:7 ആണ്. അപ്പോൾ നമുക്ക് അത് ഇവിടെ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 × 9 ആണ് ആദ്യം കാണുന്നത്. 7 × 9 എന്ന് പറയുന്നത് 63. പിന്നെ കാണേണ്ടത് 2 × 9 ആണ്, 18. പിന്നെ കാണേണ്ടത് 2 × 7 ആണ്, 14. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 63:18:14 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇതൊരു മെത്തേഡാണ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഒന്ന് കാണാം. നമുക്ക് കിട്ടിയിട്ടുണ്ട് p/q എന്ന് പറയുന്നത് 7:2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ q/r എന്ന് പറയുന്നത് 9:7 എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സ്ക്വയർ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സ്ക്വയർ വരയ്ക്കുന്നു, ഇവിടെ p എഴുതുന്നു, ഇവിടെ q എഴുതുന്നു, ഇവിടെ r എഴുതുന്നു. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 7, qന് 2. ഇനി ഇവിടെ എന്തെഴുതാം? ആ 2 തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് q/r ആണ്, 9:7. ഈ 9 അതേപോലെ ഇവിടുത്തെ എടുത്തെഴുതുന്നു. ഇനി അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇത് തമ്മിൽ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 × 7 ചെയ്യുന്നു, 63 എന്ന് കിട്ടുന്നു. 2 × 9 18 എന്ന് കിട്ടുന്നു. 2 × 7 എന്ന് പറയുന്നത് 14. അപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട് 63:18:14. അപ്പോൾ ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. കാരണം ഇവിടെ p/q അതുപോലെ തന്നെ q/r ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇവിടെ കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് p കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ q-ൻ്റെയും r-ൻ്റെയും കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ q-ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 7 ആണ്, അപ്പോൾ 7. r-ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 63 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ q കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? p-ൻ്റെയും r-ൻ്റെയും കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. p-ൻ്റെ 2 ആണ്, r-ൻ്റെ 9 ആണ്, അപ്പോൾ 18 എന്ന് കിട്ടും. അതേപോലെ തന്നെ r-ൻ്റെ കിട്ടാനായിട്ട് p-ൻ്റെയും q-ൻ്റെയും കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × 7 14 എന്ന് കിട്ടും. ഓക്കെ, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. നേരത്തെ 2 മെത്തേഡ് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ്. ടൈം പോവില്ല. ബാക്കി 2 മെത്തേഡിൽ നമ്മൾ പിയും ക്യൂവും ആറും p/q q/r നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ എന്ന് പറയുന്നത് അതൊന്നും കാണേണ്ട ആവശ്യമില്ല. p/q/r എന്ന് പറയുന്ന
വാല്യൂസ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ അത് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7a = 5b = 11c ആയാൽ a/b/c എത്രയായിരിക്കും? നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് 3 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് കിട്ടാനായിട്ട് മൂന്നാമത്തെ മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എ കാണാമല്ലോ, പെട്ടെന്ന് തന്നെ എ കാണാം അല്ലേ. എൻ്റെ കിട്ടാനായിട്ട് ബീൻ്റെയും സീൻ്റെയും കോഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 × 11 55. ബീൻ്റെ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, എൻ്റെയും സീൻ്റെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 7 × 11 77. നെക്സ്റ്റ് എന്ന് പറയുന്നത് സി ആണ്. സീൻ്റെ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, ബീൻ്റെയും സീൻ്റെയും തമ്മിൽ ബീൻ്റെയും എൻ്റെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എ എന്ന് പറയുന്നത് 7, ബീൻ്റെ എന്ന് പറയുന്നത് 5 ആണ്, = 35. ആൻസർ എന്ന് പറയുന്നത് 55:77:35. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a/3 = b/4 = c/7 ആയാൽ a/b/c കാണണം. ഇവിടെ ബൈ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കോയിഫിഷ്യൻ്റ് തമ്മിലാണ് തന്നിരിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഭിന്നസംഖ്യ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ a/b/c തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കാണാം, നമുക്ക് a/3 = b/4 = c/7 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുവാണ് എക്സ് ആണെന്ന് വിചാരിക്കുന്നു. അതായത് a/3 = b/4 = c/7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു എക്സ് ആണ് എന്ന് നമ്മളങ്ങ് വിചാരിച്ചു. ഓക്കെ, തുല്യമാണല്ലോ, എല്ലാം തുല്യമായതുകൊണ്ട് നമ്മളതൊരു എക്സിന് ഈക്വൽ ആണെന്ന് നമ്മളങ്ങ് വിചാരിച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് കാണാമല്ലോ. അപ്പോൾ ഇതിൽ നിന്നും a/3 എന്ന് പറയുന്നത് എന്ത് കിട്ടും, എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും എയുടെ വാല്യൂ കിട്ടും 3 × x, 3x ആണ്. അതുപോലെ തന്നെ b/4 എന്ന് പറയുന്നത് എക്സ് ആയാൽ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 4x ആയിരിക്കും. അതുപോലെ തന്നെ c/7 എന്ന് പറയുന്നത് എക്സ് ആയാൽ സി എന്ന് പറയുന്നത് 7x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3x 4x 7x എന്ന് കിട്ടി. നമുക്ക് കണ്ടത് a/b/c ആണ്. a/b/c എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3x 4x 7x. അപ്പോൾ എക്സ് ഇതിൽ കോമൺ ആണ്. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 3:4:7 എന്ന് കിട്ടും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. തന്നിരിക്കുന്നത് എന്താണ്, ഒരു ഭിന്നസംഖ്യ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ a/b/c നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്നതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അതിനൊരു എക്സിന് ഈക്വൽ ആണ് എന്ന് വിചാരിച്ചു. അതിൽ നിന്ന് നമ്മൾ ഓരോന്ന് കണ്ടിട്ട് എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും സീൻ്റെ വാല്യൂവും നമ്മൾ കാണുന്നു. അതിനുശേഷം a/b/cയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു റേഷ്യോയിൽ എത്തുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5/x = 6/y = 9/z ആയാൽ x/y/z എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും റേഷ്യോ തന്നെ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്കത് ചെയ്യാമല്ലോ. എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം ഈക്വൽ ആണ് എന്നാണ് തന്നിരിക്കുന്നത്. 5/x = 6/y = 9/z. ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമ്മളിതിനെ ഒരു XYZ എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനൊരു പി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു പിക്ക് ഈക്വൽ ആണ് എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്നും 5/x = p എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് x × p എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കാണാം 6/y = p ആയാൽ y × p = 6 എന്ന് കിട്ടും. സിമിലർലി 9/z = p ആയാൽ z × p = 9 എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് x/y/z ആണ്. അപ്പോൾ നമ്മളിതിൽ നിന്നും എന്തു കാണാണ്, xp yp zp എന്ന് പറയുന്നത് എന്ത് കിട്ടും, 5:6:9. ഇനി നമുക്കിതിൽ നിന്നും കോമൺ ആയിട്ട് പി ഉണ്ട് അല്ലേ. അപ്പോൾ പീനെ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്യാം. പി ഇതിൽ നിന്നും എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് x/y/z എന്ന് തന്നെ കിട്ടും. എന്ന് പറയുന്നത് എന്താണ്, 5:6:9 എന്ന് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്